നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. TP വധക്കേസിലെ കൊലയാളി സംഘത്തിന് ശിക്ഷാ ഇളവ് നൽകാനായി സർക്കാർ നീക്കം നടത്തുന്നു. 3 പേരെ ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഹൈക്കോടതി വിധിയെ മറികടന്ന് TP വധക്കേസ് പ്രതികളെ വിട്ടയക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിനെതിരെ പ്രതികരണവുമായി വാർത്ത വന്നപ്പോൾ മുതൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് പല ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. TP രമ അടക്കമുള്ളവർ വലിയ രീതിയിലുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. TK രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സജിത്ത് എന്നിവരാണ് പട്ടികയിലുള്ളത്. ശിക്ഷാ ഇളവിന് മുന്നോടിയായി പ്രതികളുടെ പോലീസ് റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടാണ് പോലീസിന് കത്ത് കൈമാറിയത്. ഹൈക്കോടതി വിധി മറികടന്നാണ് സർക്കാരിന്റെ ഈ നീക്കം. ശിക്ഷാ ഇളവില്ലാതെ ജീവപര്യന്തം തടവിന് ഹൈക്കോടതി പ്രതികളെ ശിക്ഷിച്ചിരുന്നു. പ്രതികളുടെ അപ്പീൽ തള്ളിയായിരുന്നു ശിക്ഷ വിധിച്ചിരുന്നത്. ഇതിനിടയിലാണ് പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ട് വരുന്നത്. പ്രതികളെ വിട്ടയക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഗുരുതരമായ കോടതി അലക്ഷ്യമാണെന്നും കോടതിയെ സമീപിക്കുമെന്നും MLAയും TP ചന്ദ്രശേഖറിന്റെ ഭാര്യയുമായ KK രമ വ്യക്തമാക്കി. പ്രതികളെ വിട്ടയക്കാനുള്ള സർക്കാർ നീക്കം ഗുരുതരമായ കോടതി അലക്ഷ്യമാണെന്ന് KK രമ പറയുന്നു. ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും ഇവർ പറഞ്ഞു. ഇതിനെ രാഷ്ട്രീയപരമായും നിയമപരമായും പ്രതിരോധിക്കുമെന്നും രമ കൂട്ടിച്ചേർത്തു. TP വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് അർഹതയില്ലെന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പ്രതികരിച്ചു. സർക്കാരിന്റെ നീക്കം ജനഹിതത്തിന് എതിരാണെന്നും തിരുവഞ്ചൂർ പറയുന്നു. തിരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ നിന്ന് തിരുത്തൽ നടപടികൾ എടുക്കുമെന്ന് ഇടതുപക്ഷം പറഞ്ഞത് എന്താണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്തെങ്കിലും നന്മ ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി തിരുത്തും എന്നാകും CPM ഉദ്ദേശിച്ചത്. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നിർദ്ദേശിക്കാൻ ജയിൽ DGPക്ക് ഒരിക്കലും കഴിയില്ല. ജയിൽ നിയമം ലംഘിച്ചവർ കൂടിയാണ് പ്രതികൾ. ഇത്രയും കൊടും കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്ക് എങ്ങനെയാണ് ശിക്ഷാ ഇളവ് നൽകുമെന്നത് അറിയില്ല. പ്രതികൾക്കെതിരെ മൊഴി കൊടുത്ത 1200 കുടുംബങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്ന നടപടിയാണ് ഇതെന്നും തിരുവഞ്ചൂർ പറയുകയുണ്ടായി. സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി മോചനത്തെ പ്രതിപക്ഷം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. TP വധക്കേസ് പ്രതികളെ വിട്ടയക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഒന്നടങ്കം എതിർക്കുമെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കിയത്.